2024 കേരള ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളി ക്ഷേമനിധി ബിൽ. ഡോക്ടർ എൻ ജയരാജ്, അങ്ങേക്ക് 2024 കേരള ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളി ക്ഷേമനിധി ബില്ലിൻ്റെ അവതരണാനുമതിക്കുള്ള ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2024 കേരള ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളി ക്ഷേമനിധി ബില്ലിന് അവതരണാനുമതി നൽകണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ജയരാജ്, അങ്ങേക്ക് സംസാരിക്കാം. ഞാൻ സംസാരിച്ചോ? ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി സംസാരിക്കാവുന്നതാണ്. അങ്ങ് സംസാരിച്ച ശേഷം ഞാൻ മറുപടി പറയാം. സമയം സാർ, നമുക്ക് 12:30 അവസാനിപ്പിക്കേണ്ടതാണ്. അതനുസരിച്ച് സംസാരിക്കണം. സാർ, വളരെയേറെ മാതൃകാപരമായ ഒട്ടേറെ നിയമനിർമ്മാണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കേരള നിയമസഭയിൽ നീതി നിഷേധത്തിൻ്റെയും തൊഴിൽ ചൂഷണത്തിൻ്റെയും ഇടയിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ ഗിഗ് തൊഴിലാളികളുടെ ജീവിതത്തിന് സുരക്ഷിതത്വം ഉറപ്പ് നൽകണമെന്നുള്ള ആവശ്യത്തോടു കൂടിയുള്ള ഒരു ബില്ല്, ഒരു സ്വകാര്യ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായതും അതിന് അനുവാദം നൽകുന്നതിനും അങ്ങയുടെ പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. സാർ, നമ്മുടെ പരമ്പരാഗതമായ മുതലാളി തൊഴിലാളി ബന്ധത്തിനപ്പുറത്ത് തൊഴിൽ മേഖലയിൽ സമീപകാലത്ത്, പ്രത്യേകിച്ച് ഉദാരവൽക്കരണത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉൾപ്പെടെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ വളരെ വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകളും കാഴ്ചകളുമാണ് നമ്മൾ കാണുന്നത്. അത്തരം സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഗിഗ് തൊഴിലാളികളെന്ന പേരിൽ ഒരു പുതിയ തൊഴിൽ സംസ്കാരത്തിൻ്റെ ഉടമകളായിട്ടുള്ള ആളുകൾ കടന്നു വരുന്നത്. ഒരുപക്ഷെ ഇത്രയും ചൂഷണം നടക്കുന്ന മറ്റൊരു മേഖല, വളരെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന ചൂഷണം പലപ്പോഴും ലോകമറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മേഖലയിൽ പ്രധാനമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരളത്തിലാണ്ട് 2.5 ലക്ഷത്തോളം തൊഴിലാളി, 2.5 ലക്ഷത്തോളം തൊഴിലാളികൾ. ഇന്ത്യയിലാണ് 77 ലക്ഷം ഗിഗ് തൊഴിലാളികളുണ്ട്. 5 വർഷത്തിനുള്ളത് 2.5 കോടിയായിട്ട് വരുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇത് നീതി ആയോഗിൻ്റെ കണക്കാണ്. കേരളത്തിലെ അവസ്ഥയും തന്നെ വ്യത്യസ്തമല്ല. ഇന്ന് തൊഴിൽ മേഖലയിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകൾ, ബിരുദാനന്തര ബിരുദമുള്ള ആളുകൾ ഗിഗ് തൊഴിലാളികളായിട്ട് ഇന്നവർ ജോലി ചെയ്യുന്നുണ്ട്. സർ, 2020 കേന്ദ്ര ഗവൺമെൻറ് ഇറക്കിയ കോഡ് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റിയിൽ ഗിഗ് വർക്കറായി നിർവചിച്ചിരിക്കുന്നത് പരമ്പരാഗത മുതലാളി തൊഴിലാളി ബന്ധത്തിനപ്പുറത്ത് തൊഴിൽ കണ്ടെത്തുകയോ തൊഴിലെടുക്കുകയോ ചെയ്യുന്ന വ്യക്തിയെയാണ് അന്ന് ഒരു ഗിഗ് വർക്കറായിട്ട് നിർവചിച്ചിരിക്കുന്നത്. എന്നാൽ ഗിഗ് മേഖല പ്രധാനമായിട്ടും വെബിൻ്റെയും സ്ഥാനത്തിൻ്റെയും ലൊക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ടുള്ള ഗിഗ് മേഖലയാണുള്ളത്. ഒന്നാമത്തെ IT മേഖലയിലെ സ്വതന്ത്ര സേവനദാതാക്കളാണ്. 2, കേരളത്തിലുൾപ്പെടെയുള്ള പ്രശസ്തമായ ഗുരു ആപ്പ് വർക്ക് തുടങ്ങിയിട്ടുള്ള കമ്പനികൾ ഇത്തരം ജോലി വാഗ്ദാനം ചെയ്യുന്നവരാണ്. പലപ്പോഴും സ്വന്തം വീട്ടിൽ നിന്ന് ജോലി ചെയ്യാമെന്നതിനാൽ ഇത്തരം കമ്പനികൾ ജോലി ചെയ്യുന്നവരെ ഗിഗ് തൊഴിലാളികളായി പൊതുജനത്തിന് തിരിച്ചറിയാനും സാധിക്കുന്നില്ല. ലൊക്കേഷൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള തൊഴിലാളികളെക്കാൾ ഇവർക്ക് പ്രതിഫലവും കൂടുതലാണ്. വാസ്തവത്തിൽ ഇവരാണ് ഗിഗ് വ്യവസ്ഥയിലെ വൈറ്റ് കോളർ തൊഴിലാളികൾ എന്ന് വേണമെങ്കിൽ വിളിക്കാൻ കഴിയും. ഈ ലൊക്കേഷൻ അടിസ്ഥാനമാക്കിയുള്ള ഗിഗ് മേഖലയിലെ പ്രധാനമായിട്ടും 3 തരം സേവനദാതാക്കളാണുള്ളത്. ഒന്ന്, റൈഡ് ഷെയറിംഗ് അഥവാ ഗതാഗത മേഖലയിലുള്ള ഊബർ, ഓല തുടങ്ങിയിട്ടുള്ള കമ്പനികൾ. വിതരണ മേഖലയിലെ സ്വിഗ്ഗി, സൊമാറ്റോ തുടങ്ങിയിട്ടുള്ള കമ്പനി. അതോടൊപ്പം തന്നെയാണ് വീട്ടുജോലികൾക്ക് വേണ്ടിയുള്ള ജോബോയ് എന്നിവ. ഇതിൽ യൂണിഫോമുള്ള തൊഴിലാളികൾ ഡെലിവറി വർക്കർ അഥവാ വിതരണക്കാർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവർ മാത്രമാണ് ഗിഗ് തൊഴിലാളികൾ എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിൽ പൊതുവെയുണ്ട്. സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ 3 ഗണത്തിൽ വരുന്ന തൊഴിലാളികളുടെ പ്രതിഫലം താരതമ്യേന കുറവും അസ്ഥിരവുമാണ്. ഗിഗ് മേഖലയിൽ കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നതും ഇവരാണ്. തങ്ങളുടെ പഠനമനുസരിച്ച് ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന വിദ്യാർത്ഥികളിൽ ബഹുഭൂരിപക്ഷവും യഥാർത്ഥത്തിൽ കേരളത്തിലെ പുതിയ സംസ്കാരം വളർന്നു വരുമ്പോൾ പഠനത്തോടൊപ്പം ഒരു തൊഴിലെന്ന നിലയിൽ ഒട്ടേറെ വിദ്യാർത്ഥികൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. സത്യത്തിൽ അവരുടെ ബയോഡാറ്റയിൽ പോലും അത് രേഖപ്പെടുത്താൻ അവർ തയ്യാറാകുന്നില്ല. ഒരു തൊഴിലാളിക്ക് സ്വന്തം സൗകര്യം അനുസരിച്ച് തൊഴിൽ സമയം തീരുമാനിക്കാവുന്നതാണ് ഗിഗ് മേഖലയുടെ വലിയൊരു പ്രധാനപ്പെട്ട ആകർഷണം.
എന്നാൽ തൊഴിലാളി ബന്ധമോ കരാറോ നിലവില്ലാത്തതിനാൽ ഗിഗ് തൊഴിലാളികൾക്ക് തൊഴിൽദാതാക്കളായോ തിരിച്ചോ വിധേയത്വമില്ല. സൊമാറ്റോ, സ്വിഗ്ഗി തുടങ്ങിയ ഭക്ഷണ വിതരണ ശൃംഖലകൾ ജോലിയെടുക്കുന്നവർ കൂടുതൽ തൊഴിൽ ലഭിക്കുന്ന ദിവസം 2000 രൂപ വരെയും ഊബർ, ഓല തുടങ്ങിയിട്ടുള്ള ഡ്രൈവർമാർക്ക് 6000 രൂപ വരെയും ചിലപ്പോൾ പ്രതിഫലം ലഭിക്കാറുണ്ട്. എന്നാൽ ഈ പണലഭ്യതയ്ക്ക് ഒരു ഉറപ്പുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചുരുക്കത്തിൽ ഇവരുടെ സാമ്പത്തിക നേട്ടം അഥവാ മിച്ചം തീർത്തും പ്രവചനാതീതമാണ്. തൊഴിൽദാതാക്കളായ കമ്പനികൾ പലപ്പോഴും തൊഴിലാളികൾക്ക് നൽകുന്ന നിരക്കിലും വ്യത്യാസവും വരുത്തിക്കൊണ്ടിരിക്കും. പ്രതിഫലത്തേക്കാൾ ലഭിക്കുന്ന ഇൻസെൻറ്റീവിനാണ് ഒരു തൊഴിലാളികളുടെ പ്രധാന ആകർഷണം. തൊഴിൽ വരുമാന ലഭ്യത ഇവരുടെ റേറ്റിംഗിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിശ്ചയിക്കപ്പെടുക. ഞാൻ കേട്ടില്ല. തൊഴിലാളികളുടെ ക്ഷേമവുമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ മേഖലയിൽ കൺസ്യൂമർമാർ അനുഭവിക്കുന്ന കുറച്ച് അനീതികൾ കൂടി ഉണ്ട്. പലപ്പോഴും ഓർഡർ ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും പോലും കൃത്യമായി ലഭ്യമാകാത്ത അനുഭവങ്ങൾ ചൂണ്ടിക്കാണപ്പെടുന്നുണ്ട്. ഇപ്പോൾ കൺസ്യൂമർ ഒരു ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സാധനം വന്ന് ബില്ലും കൊടുത്തങ്ങ് വിടുകയാണ്. പിന്നെ അത് ഉപയോഗിക്കാൻ നോക്കുമ്പോഴാണ് ഇതിൻ്റെ കുറവും മറ്റുമൊക്കെ മനസ്സിലാകുന്നത്. അതുകൂടി പരിഹരിക്കത്തക്ക നിലയിലുള്ള ഒരു നിയമത്തിലേക്ക് പോകേണ്ടതില്ലേ? തീർച്ചയായിട്ടും അങ്ങയുടെ നിർദ്ദേശം വളരെ സ്വാഗതാർഹമാണ്. ഈ പറഞ്ഞത് വലിയ മേഖലയിലെ തൊഴിലാളികളോടൊപ്പം തന്നെ ഇതിൻ്റെ ഉപഭോക്താക്കളായിട്ടുള്ള ആളുകൾക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും അനുഭവപ്പെടുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഏതായാലും ഈ രംഗത്ത് വലിയ ചൂഷണം യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ട്. സാർ, ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ തൊഴിൽ മേഖലയുണ്ടായിട്ടുള്ള, അത് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ മൊത്തത്തിലുണ്ടായിട്ടുള്ള ഒരു സ്വഭാവമാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതിൻ്റെ ഇപ്പം യൂബറിൻ്റെ എടുത്തു കഴിഞ്ഞാൽ അതൊരു ഡാറ്റ രൂപത്തിലുള്ള ഒരു ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക് ഇൻ്റലിജൻസ് സംവിധാനത്തിലാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു മൊണോപ്പൊളി ഇവരുടെ കൈവശമുണ്ട്, ഈ കുത്തകകളുടെ കൈവശമുണ്ട് പലപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നവരിൽ നിന്ന് വാടക ഈടാക്കുകയാണ് ചെയ്യുന്നത്. തൊഴിലാളികളിൽ നിന്ന് കമ്മീഷൻ്റെ രൂപത്തിലാണ് ഇപ്പോൾ ഇത്. ഈ ഒരു ആപ്പിൽ നിന്ന് കമ്മീഷൻ വാങ്ങുക എന്നുള്ള സംവിധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊഴിലാളി എന്ന ഐഡൻറ്റിറ്റി യഥാർത്ഥത്തിൽ അവർക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ചൂഷണത്തിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള സത്യത്തിൽ ഈ ഊബർ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കമ്പനിയുടെ ഒരു ആപ്പ് ഉപയോഗിച്ച് യഥാർത്ഥത്തിൽ മാത്രമല്ല ഈ കാർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് യാതൊരു നിയന്ത്രണവും ഈ ആപ്പിനകത്തില്ല. അപ്പോൾ ഈ ആപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർ കൃത്യമായിട്ടുള്ള കമ്മീഷൻ കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് തൊഴിലാളികൾ എന്നൊരു മാനദണ്ഡത്തിൽ അവർ വരുന്നുമില്ല. അപ്പോൾ അങ്ങനെ ഈ രംഗത്തുണ്ടാകുന്ന വലിയ തൊഴിൽ അരക്ഷിതത്വവും അതോടൊപ്പം തന്നെയുള്ള കരാറുകളില്ലാത്തതുകൊണ്ട് തന്നെ സുരക്ഷിതത്വമില്ലായ്മയും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. സാർ, ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ കൂടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ചില സംസ്ഥാനങ്ങൾ ഈ കാര്യത്തിൽ ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അടുത്ത കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിന് ചില സംസ്ഥാനങ്ങൾ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു സോഷ്യൽ സെക്യൂരിറ്റി കോഡിനെ കുറിച്ച് സൂചിപ്പിക്കേണ്ടത് 2020 വകുപ്പ് 235 പ്രകാരം പരമ്പരാഗത തൊഴിലാളി തൊഴിൽ ബന്ധമില്ലാത്തവരാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊരു സോഷ്യൽ സെക്യൂരിറ്റി കോഡ് എങ്കിൽ പോലും അത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ആ നിയമത്തിൽ നിന്ന് ഇപ്പോൾ ഗവൺമെൻറ് അക്കാര്യത്തിൽ വലിയ താല്പര്യം കാണിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ട് തന്നെ ഇപ്പം കർണാടക, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കർണാടകയിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിൽ കർണാടക ഗവൺമെൻറ് തയ്യാറായിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലും ഇത് തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ രംഗത്ത് കേരളം ഇനിയും അമാന്തിച്ച് നിൽക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിയമസഭയിൽ തന്നെ അങ്ങ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു മറുപടി പറഞ്ഞ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിന് വേണ്ടി ആലോചിക്കുന്നുണ്ട്. ഇതിൻ്റെ സമഗ്രമായൊരു പഠനത്തിന് വേണ്ടി കിലയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ എത്രമാത്രം ആളുകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായൊരു ഡേറ്റ പോലും നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുൻപോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതിനകത്ത് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം
സർ, നമ്മുടെ ഈ പുതിയ ജീവിതക്രമത്തിൽ വലിയ രീതിയിലുള്ള സേവനമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ യൂബർ സൊമാറ്റോ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളൊരു ഭക്ഷണം സാധനം ആവശ്യമെന്ന് തോന്നിയാൽ അപ്പോൾ ഒരു ഫോൺ വിളിക്കകത്ത് സാധനം നമ്മളെ റൂമിലോ വീട്ടിലോ എത്തും. നമുക്ക് നമ്മുടെ യാത്രാ സൗകര്യങ്ങൾ ഏറെ വർദ്ധിച്ചു വരുന്നു. ഇങ്ങനെ വലിയ സേവനം സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ക്ഷേമനിധിയില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ എൻ ജയരാജ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഇത്രയൊന്നും സേവനം ചെയ്യാത്ത ആളുകൾക്ക് പോലും ക്ഷേമനിധിയുള്ള സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം എന്നുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിലെടുത്ത് ഇതിനാവശ്യമായിട്ടുള്ള നടപടി ഉണ്ടാകണം എന്ന് സാറിൻ്റെ. സാർ, ഈ രംഗത്ത് തൊഴിൽ സമരങ്ങൾ യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെ തൊഴിലാളി നേതാവായ ഒരാളാണ്. CITUവിൻ്റെ നേതൃത്വത്തിൽ നേരത്തെ ഒരു സമരം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും സംഘടിത മേഖലയല്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. സാർ, ഞാൻ എൻ്റെ ബില്ലിനകത്തെ പ്രധാനപ്പെട്ട ഒന്നും സൂചിപ്പിക്കുകയാണ്. ഒന്ന് സാറേ, ഈ ക്ഷേമനിധിയിൽ ഒരു ക്ഷേമനിധി വേണം എന്നുള്ളതിനകത്ത് 5 വർഷത്തിൽ കുറയാതെ അംശാദായം ഒടുക്കിയിട്ടുള്ളവരും 60 വയസ്സ് പൂർത്തിയാക്കുകയും ചെയ്ത തൊഴിലാളി അംഗത്തിന് ഒരു അംശാദായത്തിൻ്റെയും വർഷത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പദ്ധതി പ്രകാരം നിശ്ചയിക്കുന്ന നിരക്കിൽ പെൻഷൻ നൽകുന്നതിനാണ് ഞാൻ മുമ്പോട്ട് വെക്കുന്ന ഒരു ആശയം. 2, തൊഴിൽ അവസാനിപ്പിച്ചതോ അല്ലെങ്കിൽ അനാരോഗ്യം മൂലമോ ജോലി തുടരാൻ സാധിക്കാതെ വരുന്ന ആളുകൾക്ക് 5 വർഷത്തിൽ കുറയാതുള്ള അംശാദായം അടച്ചവർക്ക് ആ ക്ഷേമനിധിയുടെ ആനുകൂല്യം പെൻഷൻ ലഭിക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സാർ, ഇതിനകത്ത് പ്രധാനമായിട്ടും മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞു. 7 വർഷത്തിൽ കുറയാത്ത കാലത്തേക്ക് അംശാദായം അടച്ചിട്ടുള്ള ഒരംഗം മരണപ്പെട്ടാൽ കുടുംബ പെൻഷൻ നൽകണം. അസുഖം അല്ലെങ്കിൽ അപകടം മൂലം ഒരംഗം മരണപ്പെട്ടാൽ സാമ്പത്തിക സഹായം നൽകണം. ഗുരുതര രോഗം ബാധിച്ച അംഗങ്ങളുടെ വൈദ്യ ശുശ്രൂഷയ്ക്കുള്ള ചെലവിനായി സാമ്പത്തിക സഹായം നൽകുക. വനിതാ അംഗങ്ങളുടെയും അംഗങ്ങളുടെ പെൺമക്കളുടെയും വിവാഹം, വനിതാ അംഗങ്ങളുടെ പ്രസവം എന്നിവ സാമ്പത്തിക സഹായം നൽകുക. അംഗങ്ങളുടെയും അവരുടെ മക്കളുടെയും പഠനാവശ്യത്തിന് പ്രോത്സാഹനവും സാമ്പത്തിക സഹായവും നൽകുക. 25 വർഷം അംശാദായം അടച്ചിട്ടുള്ള അംഗങ്ങൾക്ക് പദ്ധതിയിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള നിരക്കിൽ ഒരു നിശ്ചിത തുക ഒറ്റത്തവണയായി നൽകുക. അംഗങ്ങൾക്കുണ്ടാകുന്ന അപകടവും മരണവും, പ്രകൃതിക്ഷോഭം മൂലം ഉണ്ടാകുന്ന അപകടവും മരണവും, ശാരീരിക അവസ്ഥ ഉൾപ്പെടെയുള്ള കഷ്ടങ്ങൾക്ക് അംഗങ്ങൾക്കോ ആശ്രിതർക്കോ കുടുംബാംഗങ്ങൾക്കോ അതാത് സംഗതി പോലെ നഷ്ടപരിഹാരം നൽകുക. സാർ, ഇങ്ങനെയുള്ള കുറേ നിർദ്ദേശങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഏതായാലും ഈ രംഗത്ത് തീർച്ചയായിട്ടും ഒരു പുതിയ ഒരുപാട് നിയമസഭയിൽ ഇതിന് അനുകൂലമായ ഒരു തീരുമാനം ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടായി. ഗിഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ സുരക്ഷിതത്വവും അവരുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികളുമായി മുമ്പോട്ട് പോകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ബില്ല് അവതരിപ്പിക്കും. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി. സാർ, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ഇന്നിപ്പോൾ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്താകമാനം തന്നെ എല്ലാ പ്രദേശത്തും, പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ ഗിഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ ധാരാളം നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയും. എല്ലാം ഏതാണ്ട് ഒരു 40 വയസ്സിന് താഴെ അല്ലെങ്കിൽ 35 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരികളുമാണ്. ഏറ്റവും നല്ല വിദ്യാസമ്പന്നരാണ് അവർ. അവർക്ക് യഥാർത്ഥത്തിലുള്ളൊരു അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതത്തിൻ്റെ നാനാ തുറകളിലും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്കൊരു മുതലാളിയെ കാണുന്നതിന് വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. അൺസീനാണ് മുതലാളി. അവർക്കൊരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ബോധിപ്പിക്കുന്നതിന് വേണ്ടി ആളില്ല എന്നുള്ളതാണ്. എല്ലാം പിന്നെ സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ തലസ്ഥാന നഗരിയിൽ തന്നെ നമ്മുടെ MLA ക്വാർട്ടേഴ്സിൻ്റെ മുന്നിൽ ആ പാളയത്തിൻ്റെ ചുറ്റും ചുറ്റിക്കറങ്ങിയാൽ നമുക്കെല്ലാം കാണാൻ കഴിയും. ഒരു 1000-ഓളം വരുന്ന ചെറുപ്പക്കാരികളും ഇരുചക്ര വാഹനങ്ങളുമായി ഓർഡർ സ്വീകരിക്കുന്നതിന് വേണ്ടി കാണുന്നതിന് വേണ്ടി കഴിയുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. ഈ അടുത്ത നാൾ ഇത് ഞാൻ കേരളത്തിൻ്റെ വിഷയം മാത്രമല്ല, ഇതൊരു അന്തർദേശീയ വിഷയം കൂടിയാണ്. കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിൽ വെച്ച് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുടെ ഒരു സമ്മേളനം നടന്നിരുന്നു. അതൊരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ NGO നടത്തിയ സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ ഞങ്ങളുടെ ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡെ IASനെ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അയച്ചിരുന്നു. ആ സമ്മേളനത്തിൽ ഉയർന്നു വന്ന കാര്യങ്ങളും പൊതുവിൽ ലോകത്താകെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാർ, ഇവിടെ തന്നെ കുറേ തൊഴിൽ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ആ തൊഴിൽ പ്രശ്നങ്ങൾ ലേബർ കമ്മീഷണർ തന്നെ ചില വിഷയങ്ങളിൽ ഇടപെട്ട് പരിഹാരം കാണുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്.
ഇത് ഇവരെല്ലാവരും കൂടെ സംഘടിച്ചാൽ വലിയ നമ്പറാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളുടെ ഇത്തരം ആവശ്യങ്ങളിലൊക്കെ ഒന്നും ഇടപെടാൻ ഒരു താല്പര്യമില്ലെന്നുള്ള വിവരം സാർ അങ്ങേക്ക് തന്നെ അറിയാമല്ലോ. കാരണം ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങൾ തന്നെ വെട്ടിക്കുറയ്ക്കുകയാണ്. നിലവിലുള്ള നിയമങ്ങളാകെ തന്നെ വെട്ടിക്കുറച്ചിപ്പോൾ 4 കോഡുകളാക്കി മാറ്റിയിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഈ പുതിയ ഗവൺമെൻറ് വന്ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ തന്നെ കേന്ദ്ര ലേബർ സെക്രട്ടറിയുടെ കത്ത് വരികയാണ്. ഞങ്ങളുടെ പുതിയ കോഡ് നിങ്ങൾ നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം എന്താ നിലപാടെന്ന്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സംബന്ധിച്ചിടത്തോളം നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് സാർ. കേരളത്തിൻ്റെ സാഹചര്യത്തിൽ മാത്രം തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ മാറ്റിവെച്ചുകൊണ്ട് മാത്രമേ കേന്ദ്രം പാസാക്കിയ ബിൽ കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയൂ എന്നുള്ള നിലപാട് കേരള ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ആവർത്തിച്ച് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയുന്നതിന് വേണ്ടിയും തയ്യാറായിട്ടുണ്ട്. സാർ, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള നിലപാടെന്താണ്? അവർ സ്വീകരിച്ചിരിക്കുന്ന ജനവിരുദ്ധ നിലപാടുകൾ, വിദ്യാഭ്യാസ രംഗത്ത് സ്വീകരിക്കുന്ന ഒരു ജനകീയമല്ലാത്ത ജനവിരുദ്ധ നിലപാടുകൾ, തൊഴിലാളി രംഗത്ത് സ്വീകരിക്കുന്ന ജനകീയമല്ലാത്ത നിലപാടുകൾ, ആ നിലപാട് അംഗീകരിച്ചില്ലെങ്കിൽ കേന്ദ്രം ഫണ്ട് തരില്ല എന്ന് പറഞ്ഞ് ഫണ്ട് കട്ട് ചെയ്യുകയാണ്. ആ ഫണ്ട് കാണിച്ചിട്ടാണ് സാർ ഇപ്പോൾ സംസ്ഥാനങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുന്നത്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭരണകർത്താവായിട്ടുള്ള നരേന്ദ്രമോദിയുടെയോ അല്ലെങ്കിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെയോ അല്ലെങ്കിൽ കേന്ദ്ര തൊഴിൽ മന്ത്രിയുടെയോ ഒന്നും ഫണ്ടല്ലല്ലോ സാർ. ഇത് രാജ്യത്തെ ജനങ്ങളുടെ ഒരു ഫണ്ടാണ്. അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ള ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും അവകാശപ്പെട്ട കാര്യമാണ്, സംശയമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യ ഗവൺമെൻറ് ഈ കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടതാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രമായിട്ടുള്ള ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞാൽ 10,000-കണക്കിന് വരുന്ന ഗിഗ് പ്ലാറ്റ്ഫോം വർക്കേഴ്സിനാണ് നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയുന്നത്. സാർ, നമ്മുടെ ഈ സമൂഹത്തിൽ നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള കുട്ടികൾ അവർ വളരെ കഷ്ടപ്പെടുകയാണ് സാർ. രാവിലെ ഇരുചക്ര വാഹനങ്ങളുമായി ഇറങ്ങിയാൽ അർദ്ധരാത്രി 12-1 മണി വരെ അവർക്ക് ഇരുന്നാൽ പോലും ചിലപ്പോൾ ഓർഡർ കിട്ടും, ഓർഡർ കിട്ടില്ല എന്നുള്ള ഒരു സംഗതി വരും. ബഹുമാനപ്പെട്ട വാമനാപുരം അങ്ങോട്ട് സൂചിപ്പിച്ചതുപോലെ തരുന്ന ആഹാരത്തിൻ്റെ ക്വാളിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ചെയ്യാൻ കഴിയുന്ന ഏക പ്രശ്നം ബഹുമാനപ്പെട്ട വാമനാപുരം MLA ഒരു ഹോട്ടലിലെത്തേക്കാണ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആഹാരം മോശമാണെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം അവിടെ ബുക്ക് ചെയ്യണ്ട, വേറെ ഏതെങ്കിലും സ്ഥലത്ത് ബുക്ക് ചെയ്താൽ മതി. അങ്ങനെ ഒരു നിലപാടേ നമുക്ക് അത് സ്വീകരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. പൊതുവിൽ നമുക്ക് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ സഹായകരമായ നിലപാടാണ് ഈ കൂട്ടർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയ ശക്തിയാണ്, ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയൊരു ശക്തിയാണ് വന്നിരിക്കുന്നത്. ഇതൊരു യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നമുക്ക് സമൂഹത്തിൽ നിന്ന് ഇവരെ മാറ്റി നിർത്താൻ വേണ്ടി പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിത സാഹചര്യം, അവരുടെ വിദ്യാഭ്യാസം, അവർ നടത്തുന്ന സേവനം, ഇത്തരം കാര്യങ്ങളാകെ തന്നെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് നമ്മളെപ്പോലുള്ള ഒരു സംസ്ഥാനത്ത് ഒരു കാരണവശാലും തൊഴിൽ നിയമങ്ങൾ ലംഘിക്കാൻ വേണ്ടി അനുവദിക്കാൻ വേണ്ടി പാടില്ല. അവർക്ക് അർഹതപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും കിട്ടേണ്ടതായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ 16ഓളം വരുന്ന ക്ഷേമനിധി ബോർഡുകൾ ഇപ്പം തന്നെ ഉണ്ട്. 16 ക്ഷേമനിധി ബോർഡുകളിൽ ഏതാണ്ട് 72 ലക്ഷം തൊഴിലാളികൾ അതിൽ അംഗങ്ങളാണ്. ഇന്ത്യയിൽ തന്നെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ക്ഷേമ ബോർഡുകൾ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. കേരളത്തിലുള്ളതുപോലെ അത്രയും തൊഴിലാളി ക്ഷേമനിധി ബോർഡുകൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും കാണില്ല സാർ. അതാണ് കേരള മോഡലും കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ 16ഓളം വരുന്ന ബോർഡുകൾ, ചില ബോർഡുകളുടെ എണ്ണം കുറയ്ക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമായതുകൊണ്ട് ഞാൻ മുൻപ് ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞതുപോലെ ഗിഗ് വർക്കേഴ്സ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുടെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ബില്ല് കൊണ്ടുവരുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട്. ആ ബില്ലിൻ്റെ പണിപ്പുരയിലാണ് ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ ഇത് പിൻവലിക്കുക തെറ്റില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഡോക്ടർ എൻ ജയരാജ്, അങ്ങ് ഉപക്ഷേപം പ്രസ് ചെയ്യുന്നുണ്ടോ? സാർ, ബഹുമാനപ്പെട്ട ഗവൺമെൻറ് മന്ത്രി ഈ കാര്യത്തിലെടുത്ത വളരെ പോസിറ്റീവായ നിലപാടിനോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രമേയം പിൻവലിക്കും. പ്രമേയം ഉപക്ഷേപം പിൻവലിച്ചിരിക്കുന്നു.